ഇൻവെസ്റ്റേഴ്സ് വരും, ഫണ്ട് റൈസ് ചെയ്യുമെന്ന് കേൾക്കാൻ നല്ല സുഖമുണ്ട്. ഇതുപോലെ നടക്കൂ? പ്രകാശ് സാറ് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു റിയൽ പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു തകരാൻ പാടില്ല. കൃപേഷ് എന്തായാലും ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കും. തൻ്റെ സ്ക്രിപ്റ്റ് അല്ലേ, വായിക്കാനൊന്നുമില്ല സാർ. നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തം പൈസ ബാങ്കിലിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊന്ന് കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അഹങ്കാരമോ സാർ? ഇല്ല, ഒരിക്കലും. ഓക്കെ, എന്നാൽ നമുക്കിരിക്കാം സാർ. അരുൺ, ജിബി സാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ടഫായിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് കാണിച്ചേ. പുല്ല് സാർ എന്നെ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് വേറെ ആളെ നോക്കാം. ഞാനിപ്പോൾ ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ അല്ലല്ലോ. അതുകൊണ്ട് എവിടെ ചെന്നാലും ടോർച്ചറിങ്ങും ഓവർ റൂളിങ്ങും ഒക്കെ ഉണ്ടാവും. ഇയാളെ വെച്ച് പടം ചെയ്താൽ ഇപ്പം നമ്മൾ സേഫാ. അത്യാവശ്യം സാറ്റലൈറ്റ് റൈറ്റ് ഉണ്ട്, ഓഡിയൻ ഉണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ പടം തീരും. എന്നാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധേഡാവുന്നു. അങ്ങനെ കണ്ടാൽ മതി. പിന്നെ അരുൺ, നമ്മൾ തോറ്റു നിൽക്കുന്ന സമയത്ത് ഈ ഈഗോയും ദുരഭിമാനവും ഒക്കെ മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത്. അനുഭവത്തിൽ നിന്ന് പറയുക.